നമുക്ക് ചുറ്റും ധാരാളം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇവയിൽ ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും ഉൾപ്പെടുന്നു. രാസമാറ്റം നടക്കുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. പുതിയ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ക്ലോറിനുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന 2 സന്ദർഭങ്ങളിൽ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാസുകൾ സംബന്ധിച്ച ഒരു പട്ടിക താഴെ കൊടുക്കുന്നു. 2 സന്ദർഭങ്ങളാണുള്ളത്. ആദ്യത്തെ സന്ദർഭത്തിൽ ഹൈഡ്രജൻ 2 ഗ്രാമും ക്ലോറിൻ 71 ഗ്രാമുമാണ് എടുക്കുന്നത്. ഉൽപ്പന്നത്തിൻ്റെ മാസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആദ്യത്തെ കേസിൽ 73 ഗ്രാമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സന്ദർഭത്തിൽ ഹൈഡ്രജൻ്റെ അളവ് 4 ഗ്രാമും ക്ലോറിൻ്റെ അളവ് 142 ഗ്രാമുമാണ്. ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 146 ഗ്രാമാണ്. ഈ പരീക്ഷണത്തിൽ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നത്തിൻ്റെ ആകെ മാസും എത്രയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിലെ അഭികാരകങ്ങളുടെ ആകെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ 2 ഗ്രാം പ്ലസ് ക്ലോറിൻ 71 ഗ്രാം. അങ്ങനെ 73 ഗ്രാം അഭികാരകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണ് 73 ഗ്രാം ഹൈഡ്രജൻ ക്ലോറൈഡ്. രണ്ടും അഭികാരകങ്ങളുടെ മാസും ഉൽപ്പന്നത്തിൻ്റെ മാസും ഒന്ന് തന്നെ, 73 ഗ്രാം തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ 4 ഗ്രാം ഹൈഡ്രജനും 142 ഗ്രാം ക്ലോറിനും കൂടെയാണ് ചേരുന്നത്. അവിടെ അഭികാരങ്ങളുടെ ആകെ മാസം എന്ന് പറയുന്നത് 146 ഗ്രാമാണ്. അവ ചേർന്നുണ്ടാവുന്ന ഉൽപ്പന്നമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതിൻ്റെ ആകെ മാസം 146 ഗ്രാം തന്നെയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന അഭികാരകങ്ങളുടെ ആകെ മാസ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ മാസും. ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാകുന്ന 2 സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈഡ്രജൻ 2 ഗ്രാമും ഓക്സിജൻ 16 ഗ്രാമുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 + 16 18 ആണ് വരേണ്ടത്. ഉൽപ്പന്നത്തിൻ്റെ മാസ് നോക്കുക, അവിടെയും 18 ഗ്രാം വാട്ടർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അടുത്തത് രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഉണ്ടാവേണ്ടത് 36 ഗ്രാമാണ്. ഉൽപ്പന്നങ്ങളുടെ മാസിൻ്റെ ഭാഗത്ത് നോക്കുക, 36 ഗ്രാം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും തുല്യമാണ്. ബോത്ത് ആർ സെയിം. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന റിയാക്റ്റൻറ്റുകളുടെ മാസ് എത്രയാണോ അത്രയും തന്നെയായിരിക്കും ആ റിയാക്ഷന് ശേഷം ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ മാസും. അതുകൊണ്ട് നമുക്ക് പറയാം, ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രസ്താവിച്ചത് ആന്റോയിൻ ലാവോസിയെ എന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് അഭികാരകങ്ങളുടെ ആകെ മാസും ഉൽപ്പന്നങ്ങളുടെ ആകെ മാസും തുല്യമായിരിക്കും. റിയാക്റ്റൻറ്റുകളുടെ മാസ് എന്താണോ അത് തന്നെയായിരിക്കും. അതെന്തിനോട് ഇക്വലൻ്റ് ആയിരിക്കും? പ്രോഡക്റ്റിൻ്റെ മാസിനോട് ഇക്വലൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിലെ ഓരോ മൂലകത്തിൻ്റെയും അഭികാരക ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെയും എണ്ണം തുല്യമായിരിക്കുമല്ലോ. ആയിരിക്കുമോ? റിയാക്റ്റൻസിൻ്റെ സൈഡിൽ എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ആറ്റങ്ങൾ പ്രോഡക്ട്സിൻ്റെ സൈഡിലും കാണും. നമുക്കൊരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടാം. ആന്റോയിൻ ലാവോസിയ. ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ആന്റോയിൻ ലാവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയത് ആന്റോയിൻ ലാവോസിയാണ്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തി. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കി. ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകി. ഏതൊക്കെ ആസിഡിലാണ് ഓക്സിജന്റെ സാന്നിധ്യം ഇദ്ദേഹം കണ്ടെത്തിയത്? നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫോറിക് ആസിഡുകളല്ല. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയതും ആന്റോയിൻ ലാവോസിയാണ്. അടുത്ത ടോപ്പിക്കാണ് രാസസമീകരണം അഥവാ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ഒരു കഷ്ണം മെഗ്നീഷ്യം നമ്മൾ വായിൽ കത്തിക്കുന്നത് കരുതുക. എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ്? ഒരു വൈറ്റ് പൗഡർ കിട്ടും അല്ലെ, ഒരു വെളുത്ത പൊടി. ഉണ്ടായ വെളുത്ത പൊടി എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഈ രാസപ്രവർത്തനം നമുക്ക് കെമിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. പ്രതീകങ്ങളും തന്മാത്രാ സൂത്രവും ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? Mg+O2 ഗീവ്സ് MgO. MgO എന്നതാണ് മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല. ഇപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്ന രാസസമവാക്യം നമ്മൾ പരിചയപ്പെട്ടു. ഇതിലെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻറ്റുകൾ ഏതൊക്കെയായിരുന്നു? മെഗ്നീഷ്യവും ഓക്സിജനും. ഉണ്ടായ ഉൽപ്പന്നം ഏതാണ്? മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ അഭികാരക ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാണോ? നമുക്ക് അതൊരു ടേബിളിൽ ആക്കി നോക്കാം.
അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? റിയാക്റ്റൻസിൻ്റെ മാസും പ്രോഡക്ട്സിൻ്റെ മാസും സെയിം തന്നെ ആയിരിക്കുമെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസിൻ്റെ ഭാഗത്ത് എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ആറ്റങ്ങൾ തന്നെ പ്രോഡക്ട്സിൻ്റെ ഭാഗത്തും ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, റിയാക്റ്റൻസിൻ്റെ ഭാഗത്ത് എത്ര ആറ്റങ്ങളാണുള്ളത്? 3 എണ്ണമാണ്. ഒരു മെഗ്നീഷ്യം ആറ്റവും 2 ഓക്സിജൻ ആറ്റവും. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ഭാഗത്ത് നോക്കുക, മെഗ്നീഷ്യം ആറ്റം അവിടെയും ഒരെണ്ണം തന്നെ, ഓക്സിജൻ എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 2 ആറ്റങ്ങൾ മാത്രമേ പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ളൂ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം റിയാക്റ്റൻറ്റിലെ ആറ്റങ്ങളുടെ എണ്ണം തന്നെ ആയിരിക്കണം പ്രോഡക്ട്സിലെ ആറ്റങ്ങളുടെ എണ്ണവും. ഇപ്പോൾ എല്ലാ മൂലക ആറ്റങ്ങളുടെയും എണ്ണം തുല്യമാണോ? അല്ല. ഏത് മൂലക ആറ്റത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം? ഓക്സിജൻ. ഇരുഭാഗത്തും ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കാൻ എത്ര ഉൽപ്പന്ന തന്മാത്രകൾ വേണം? 2 എണ്ണം വേണം. 2 മെഗ്നീഷ്യം ഓക്സൈഡ് തന്മാത്രകളെ എങ്ങനെ രേഖപ്പെടുത്താം? 2 MgO. ഇപ്പോൾ ഇരുഭാഗത്തും മെഗ്നീഷ്യം ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ? ഇപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് 1 മെഗ്നീഷ്യവും പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 2 Mg എന്ന് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി കൊടുത്തത്? ഓക്സിജൻ 2 എണ്ണം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എന്ന് എഴുതി കൊടുത്തത്. അപ്പോൾ 2 MgO എന്ന് വരുമ്പോൾ മെഗ്നീഷ്യവും 2 എണ്ണം ആകും അല്ലേ? അപ്പോൾ മെഗ്നീഷ്യം ബാലൻസ്ഡ് ആയോ? ഇല്ല. ഇരുഭാഗത്തും മെഗ്നീഷ്യത്തിൻ്റെ എണ്ണം തുല്യമാക്കാൻ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് എത്ര മെഗ്നീഷ്യം ആറ്റങ്ങൾ വേണം? 2 എണ്ണം റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും വേണം. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് 2 Mg + O2 gives 2 MgO എന്നുള്ളതാണ്. ഈ സമവാക്യത്തിൽ അഭികാരക ഭാഗത്തെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണവും ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാണോ? അതെ. ഇപ്പോൾ ഇരുഭാഗത്തെയും മാസുകൾ തുല്യമായില്ലേ? ഇത്തരത്തിൽ ഒരു രാസസമവാക്യത്തിലെ അഭികാര ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് രാസസമീകരണം അഥവാ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഉണ്ടാവുന്നത്. ഈ രാസപ്രവർത്തനത്തിലെ അഭികാര ഭാഗത്തെ ആറ്റങ്ങളുടെയും ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങളുടെയും ആകെ എണ്ണം നമുക്കൊന്ന് നോക്കാം. അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സിങ്ക് ഒരെണ്ണം, ഹൈഡ്രജൻ ഒരെണ്ണം, ക്ലോറിൻ ഒരെണ്ണം. അങ്ങനെ അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. ഇനി ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. ഒരു സിങ്ക് ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2 2 4 1 5 എണ്ണമാണ് ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. അഭികാര ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും സിങ്ക് ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരെണ്ണമാണ് അല്ലേ? അഭികാര ഭാഗത്തും ഉൽപ്പന്ന ഭാഗത്തുമുള്ള സിങ്ക് ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാണ്, 1 തന്നെയാണ്. ഏതൊക്കെ ആറ്റങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം? ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ആറ്റങ്ങളുടെ എണ്ണത്തിനാണ് വ്യത്യാസം. അഭികാര ഭാഗത്ത് 1 ഹൈഡ്രജൻ ആറ്റവും 1 ക്ലോറിൻ ആറ്റവും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉൽപ്പന്ന ഭാഗത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 2 ക്ലോറിൻ ആറ്റവുമാണ് ഉള്ളത്. ഇത് ഇരുവശങ്ങളിലും തുല്യമാക്കാൻ എത്ര HCl തന്മാത്രകൾ അഭികാരകമായി എടുക്കണം? 2 എണ്ണം വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ സമവാക്യത്തെ എങ്ങനെ മാറ്റി എഴുതാം? Zn + 2HCl gives ZnCl2 + H2. ഇവിടെ 2HCl എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിലും 1 സിങ്ക് ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റം 2 ക്ലോറിൻ ആറ്റവുമായി, റൈറ്റ് സൈഡിലും 1 സിങ്ക് ആറ്റവും 2 ക്ലോറിൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവുമായി. അങ്ങനെ ആ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പോൾ അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായി. അങ്ങനെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി എന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. H2 + O2 gives H2O എന്ന രാസസമവാക്യത്തെ സമീകരിച്ച് നോക്കാം. അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഹൈഡ്രജൻ 2 എണ്ണമാണ്, ഓക്സിജനും 2 എണ്ണം. ഉൽപ്പന്ന ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം, പ്രോഡക്റ്റിൽ എത്ര ആറ്റങ്ങളുണ്ട്? ഹൈഡ്രജൻ 2 ആറ്റം, ഓക്സിജൻ 1 ആറ്റമേ ഉള്ളൂ. അപ്പോൾ അഭികാര ഭാഗത്ത് ആറ്റങ്ങളുടെ എണ്ണം 4ഉം ഉൽപ്പന്ന ഭാഗത്ത് ആറ്റങ്ങളുടെ എണ്ണം 3ഉം ആണ്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല അല്ലേ? അപ്പോൾ ഇതിനെ ബാലൻസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ 2 ഓക്സിജൻ ആറ്റം അവിടെ വരണം. എവിടെയാണ് വരേണ്ടത്? ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആക്കി നോക്കാം.
ഉൽപ്പന്നത്തിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 2 ആകുമ്പോൾ H2+O2 gives 2H2O എന്ന ഇക്വേഷൻ വരും. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഓക്സിജൻ്റെ എണ്ണം 2 പക്ഷെ ബാക്കിയുള്ള ആറ്റങ്ങൾക്ക് അവയുടെ എണ്ണത്തിൽ വന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അഭികാര ഭാഗത്തെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഹൈഡ്രജനും 2, ഓക്സിജനും 2. അങ്ങനെ ആകെ 4 ആറ്റങ്ങളാണ് റിയാക്ടൻറ്റിൻ്റെ സൈഡിലുള്ളത്. ഇനി പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് എത്ര ആറ്റങ്ങളുണ്ട്? ഹൈഡ്രജൻ 4 അല്ലേ? 2H2O ആണ്. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, 2 ഓക്സിജൻ ആറ്റവും. അങ്ങനെ ആകെ 6 ആറ്റങ്ങളാണ് പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ ബാലൻസ്ഡ് ആണോ ഇക്വേഷൻ? ഇപ്പോഴും ബാലൻസ്ഡ് ആയിട്ടില്ല. പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 4 ഹൈഡ്രജൻ ആറ്റങ്ങളാണുള്ളത്, എന്നാൽ റിയാക്ടൻറ്റിൻ്റെ സൈഡിലോ 2 ഹൈഡ്രജൻ ആറ്റങ്ങളേ ഉള്ളൂ. അതിനെ 4 ആക്കണം. അപ്പോൾ അഭികാര ഭാഗത്തെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 4 ആക്കാൻ എത്ര ഹൈഡ്രജൻ തന്മാത്രകൾ എടുക്കണം? 2 എണ്ണവും കൂടെ വേണം അല്ലേ? അപ്പോൾ 2H2+O2 gives 2H2O. ഇപ്പം നോക്കുക, ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, റിയാക്ടൻ്റെ സൈഡിൽ ഓക്സിജനും 2 എണ്ണം ഉണ്ട്. റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 4 ഹൈഡ്രജൻ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും. സോ ദി ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. അടുത്ത എക്സാമ്പിൾ അലൂമിനിയം ഓക്സൈഡിൻ്റെ രൂപീകരണമാണ്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Al+O2 gives Al2O3 എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിന് നമുക്ക് റിയാക്റ്റൻസിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ നോക്കണം. 1 അലൂമിനിയവും 2 ഓക്സിജനുമാണ് റിയാക്റ്റൻസിൽ ഉള്ളത്. പ്രോഡക്ട്സിലും ഇതേ എണ്ണം തന്നെയാണ് വരേണ്ടത്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 3 തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഉൽപ്പന്നങ്ങളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അലൂമിനിയം 2ഉം ഓക്സിജൻ 3ഉം. അങ്ങനെ 3ഉം 2ഉം 5 എണ്ണം ഉണ്ട് പ്രോഡക്ട്സിൽ. റിയാക്റ്റൻസിൽ 3 ആറ്റങ്ങളും പ്രോഡക്ട്സിൽ 5 ആറ്റങ്ങളുമാണുള്ളത്. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ലല്ലോ. നമുക്കിനി ഇതിനെ എങ്ങനെ ബാലൻസ്ഡ് ആക്കാമെന്ന് നോക്കാം. അലൂമിനിയം ആറ്റങ്ങളുടെ എണ്ണം 2 ആക്കണം നമുക്ക് അല്ലേ? റിയാക്റ്റൻസിൽ 1 അലൂമിനിയം ഉള്ളൂ, പ്രോഡക്റ്റിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്തും 2 എണ്ണം വരണം. അതിന് നമ്മൾ 2 ലെഫ്റ്റ് സൈഡിൽ, അലൂമിനിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 എന്ന് എഴുതി കൊടുക്കുന്നു. അപ്പോൾ 2Al+O2 gives Al2O3 എന്ന് നമുക്ക് കിട്ടും. ഇരുഭാഗത്തെയും ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ? അല്ല. ലെഫ്റ്റ് സൈഡിൽ, അതായത് റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് 2 ഓക്സിജനും പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 3 ഓക്സിജനുമാണ് ഉള്ളത്. അഭികാരക ഭാഗത്തെ ആകെ ഓക്സിജൻ ആറ്റങ്ങൾ 2ഉം ഉൽപ്പന്ന ഭാഗത്തെ ആകെ ഓക്സിജൻ ആറ്റങ്ങൾ 3ഉമാണ്. തുല്യ എണ്ണം ആക്കണമെങ്കിൽ ഇരുഭാഗത്തും 6 ആക്കിയാൽ മതിയാവും. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് O2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? 2 ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത്. അത് 3O2 ആയാലോ? പുതിയ ഇക്വേഷൻ എങ്ങനെ വരും? 2Al+3O2 gives 2Al2O3. ഇപ്പോൾ അലൂമിനിയം ആറ്റങ്ങളുടെ എണ്ണം ഇരുഭാഗത്തും തുല്യമാണോ? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2Al ആണുള്ളത്, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2Al2 ആണുള്ളത് അല്ലേ? അതായത് 2 അലൂമിനിയം ആറ്റങ്ങൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും 4 അലൂമിനിയം ആറ്റങ്ങൾ എവിടെ വരുന്നുണ്ട്? പ്രോഡക്റ്റിൻ്റെ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ അത് ബാലൻസ്ഡ് അല്ല. എന്നാൽ ഓക്സിജനോ 6 എണ്ണം റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും 6 എണ്ണം പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയം ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ തുല്യമാക്കാം? അലൂമിനിയം റിയാക്റ്റൻ്റെ സൈഡിലും 4 എണ്ണം വേണം, പ്രോഡക്റ്റിൻ്റെ സൈഡിലും 4 എണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പോൾ 4Al+3O2 gives 2Al2O3 എന്നൊന്ന് എഴുതി നോക്കിയാലോ. ഇനി ഒന്ന് നോക്കിക്കേ, റിയാക്റ്റൻ്റെ സൈഡിൽ 4 അലൂമിനിയം 6 ഓക്സിജൻ, പ്രോഡക്റ്റിൻ്റെ സൈഡിലും 4 അലൂമിനിയവും 6 ഓക്സിജൻ ആറ്റവും. ഇപ്പോൾ ഈക്വേഷൻ ബാലൻസ്ഡ് ആയി. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റിയാക്റ്റൻസിൻ്റെ ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും പ്രോഡക്ട്സിൻ്റെ ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും നമ്മൾ ആ തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻസിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തത് C+O2 gives CO2. അവിടെ കാർബൺ റിയാക്റ്റൻസിൻ്റെ സൈഡിൽ 1 ഉള്ളൂ, പ്രോഡക്റ്റിൻ്റെ സൈഡിലും 1 എണ്ണം തന്നെ. ഓക്സിജൻ റിയാക്റ്റൻ്റെ സൈഡിൽ 2 എണ്ണം, പ്രോഡക്റ്റിൻ്റെ സൈഡിലും 2 എണ്ണം തന്നെ. അടുത്തത് N2+H2 gives NH3. ഇവിടെ നൈട്രജൻ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് 2 എണ്ണമാണുള്ളത്, പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 1 നൈട്രജനേ ഉള്ളൂ. ഇനി ഹൈഡ്രജൻ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് 2 എണ്ണവും പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 3 എണ്ണമാണുള്ളത്. മൂന്നാമത്തത് 2H2O2 gives 2H2O+O2. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് ഹൈഡ്രജൻ 4 എണ്ണവും ഓക്സിജൻ 2 എണ്ണമാണുള്ളത്. പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 4 ഹൈഡ്രജനും 4 ഓക്സിജനും ഉണ്ട്. ഇനി നാലാമത്തെ പോയിന്റ്, നാലാമത്തെ ഇക്വേഷൻ SO2+O2 gives SO3. ഇവിടെ സൾഫർ റിയാക്റ്റൻ്റെ ഭാഗത്ത് 1 പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 1 തന്നെ. ഓക്സിജൻ റിയാക്റ്റൻറ്റിൻ്റെ ഭാഗത്ത് 4 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 3 എണ്ണം.
ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല അല്ലേ. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ BaCl2 പ്ലസ് H2SO4 ഗിവ്സ് BaSO4 പ്ലസ് 2HCl. ഇതിൽ ബേരിയം ക്ലോറൈഡിലെ ബേരിയം റിയാക്ടൻറ്റിൻ്റെ ഭാഗത്തും പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും ഓരോന്ന് തന്നെയുണ്ട്. ക്ലോറിനും റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 2 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 2 എണ്ണം ഉണ്ട്. ഹൈഡ്രജനും റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 2 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും 2 എണ്ണം തന്നെ. സൾഫറും റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 1 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 1 തന്നെ. ഓക്സിജൻ റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 4 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 4 എണ്ണം. ഇത് ഒരു ബാലൻസ്ഡ് ഇക്വേഷനാണ്. ഇനി ബാലൻസ്ഡ് അല്ലാത്ത കുറച്ച് ഇക്വേഷൻസ് 1-2 ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു അല്ലേ. രണ്ടാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും അവിടെ ബാലൻസ്ഡ് അല്ല. അവയെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് നൈട്രജൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 2. പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് നൈട്രജൻ 1 ഉള്ളൂ, ഹൈഡ്രജൻ 3 എണ്ണമാണുള്ളത്. നമുക്കതിനെ ബാലൻസ് ചെയ്യണം. അതുപോലെ നാലാമത്തെ ഇക്വേഷനിൽ റിയാക്ടൻറ്റിൻ്റെ ഭാഗത്തും പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും സൾഫർ ഓരോന്നേ ഉണ്ട്. ഓക്സിജൻ റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 4 എണ്ണവും പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് 3 എണ്ണമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം ഈ ഇക്വേഷൻസിനെ രണ്ടിനെ. ഇതിലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം. N2 പ്ലസ് 3H2 ഗിവ്സ് 2NH3 എന്ന് എഴുതാം. റിയാക്ടൻറ്റിൻ്റെ സൈഡിലും 2 നൈട്രജൻ ആറ്റം, പ്രോഡക്റ്റിൻ്റെ സൈഡിലും 2 നൈട്രജൻ ആറ്റം. റിയാക്ടൻറ്റിൻ്റെ സൈഡിൽ ഹൈഡ്രജൻ ആറ്റവും 6 എണ്ണം, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഹൈഡ്രജൻ ആറ്റവും 6 എണ്ണം. ഇനി നാലാമത്തെ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം നോക്കാം. 2SO2 പ്ലസ് O2 ഗിവ്സ് 2SO3. റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 2 സൾഫർ ആറ്റം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും 2 സൾഫർ ആറ്റം. ഓക്സിജൻ റിയാക്ടൻറ്റിൻ്റെ ഭാഗത്ത് 6 എണ്ണം, പ്രോഡക്റ്റിൻ്റെ ഭാഗത്തും 6 എണ്ണം. ഇത് ബാലൻസ് ചെയ്ത ഇക്വേഷൻസ് എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്